നമസ്കാരം. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ നിന്ന് ഏകദേശം 400ഓളം ആളുകളായി പോയ ഒരു ട്രെയിൻ റാഞ്ചി എടുത്ത സംഭവം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ബന്ദികളാക്കപ്പെട്ട എല്ലാവരെയും മോചിപ്പിച്ചു എന്നാണ് പാക് സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ BLA പറഞ്ഞിരിക്കുന്നത് പാക് പട്ടാളത്തെ എത്രയോ ആളുകളെ അവരും വധിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷെ പാകിസ്ഥാനെ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു വാർത്ത, ഒരു ട്രെയിൻ റാഞ്ചി അല്ലെങ്കിൽ ഭീകരാക്രമണം നടന്നു എന്നുള്ള വാർത്തയൊന്നും അവർക്കത്ര പുതുമയുള്ള കാര്യമല്ല. കാരണം അവിടെ ഈ ഭീകരാക്രമണവും രക്തച്ചൊരിച്ചിലും ഇല്ലാത്തൊരു ദിവസം പോലും ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തന്നെ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. അപ്പോൾ എന്താണ് സത്യം പറഞ്ഞ ഈ ബലൂചിസ്ഥാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം, അല്ലെങ്കിൽ ഈ പാക് എന്തിനാണ് ഈ ഒരു ബലൂചിസ്ഥാൻ ആർമിയെ ഭയക്കുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടാകുന്നത്? ശരിക്കുള്ള കാരണം ചോദിക്കുകയാണെങ്കിൽ ഒരു 75 വർഷം പുറകിലേക്ക് പോകേണ്ടി വരും. അന്ന് മുതൽ തുടങ്ങിയ സംഭവങ്ങളാണ്. ശരിക്കും ഇന്ത്യ വിഭജനമുണ്ടായ സമയം മുതലുണ്ടായ അസ്വാരസ്യങ്ങൾ അത് ഇവിടെ വരെ എത്തി നിൽക്കുന്നു. ഒരു കാര്യം തീർച്ചയായിട്ടും പറയാം, പാകിസ്ഥാൻ നന്നായി പേടിക്കുന്ന ഒന്നാണ് BLA, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. അതിന്റെ അവരുടെ ഏറ്റവും ഇതുവരെ ഉണ്ടായിരുന്ന ആക്രമണങ്ങൾ ചെറിയ തോതിലുള്ള സംഭവങ്ങളായിരുന്നുവെങ്കിൽ ഇത്തവണ ഉണ്ടായിരിക്കുന്നത് അവരുടെ കരുത്ത് തെളിയിക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഒരു അട്ടിമറി, അതിലൂടെ ഭരണം പിടിച്ചെടുക്കുകയോ ഒരു വിഭജനമോ ഇതൊക്കെ തന്നെ ഉടൻ പ്രതീക്ഷിക്കാമെന്നുള്ള സൂചനയാണ് BLA ആദ്യമായി നൽകിയിരിക്കുന്നത്. ഇതിലിപ്പോൾ 440 യാത്രക്കാരെ അവർ ആദ്യം ഹൈജാക്ക് ചെയ്തു എന്ന് പറയുന്നു. അതിൽ സ്ത്രീകളെയും കുട്ടികളെയും വിട്ടയച്ചു. മറ്റ് 180ഓളം വരുന്ന ആളുകളെ ബന്ദികളാക്കിയിരുന്നു. ഏകദേശം ഒരു 36 മണിക്കൂർ നടന്ന ഒരു ആർമി ഇന്റർവെൻഷനിലൂടെ വിമോചിപ്പിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അവിടെയും പാകിസ്ഥാനും അതുപോലെ BLAക്കും ഒരുപോലെ നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. BLAയുടെ നഷ്ടം അത് വലിയൊരു വിഷയമായി കാണേണ്ടതില്ല. അവർ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ നിരവധി ആളുകൾ മരണപ്പെടും. അത് മനസ്സിലാക്കി തന്നെയാണ് ഇതുവരെയുള്ള പോരാട്ടങ്ങൾ അവർ നയിച്ചിട്ടുള്ളത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന വലിയ ഭവിഷ്യത്തുണ്ട്. പാകിസ്ഥാനോടുള്ള പോരാട്ടം എന്നതിലുപരി ശരിക്കും ഇത് ചൈനയ്ക്കെതിരെയുള്ള ഒരു നീക്കം തന്നെയാണ്. ഇതിൽ ഏറ്റവും അധികം ചങ്കിടിപ്പുള്ളത് ചൈനയ്ക്ക്. അതിന് വ്യക്തമായ കാരണമുണ്ട്. അതായത് ഒരു ഭൂമിശാസ്ത്രപരമായ കാര്യം നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ, അതായത് നമ്മുടെ കശ്മീർ കഴിഞ്ഞു ഇപ്പുറത്ത് പാകിസ്ഥാൻ വരുന്നു, ഇതിനപ്പുറത്തേക്കായിട്ടാണ് ബലൂചിസ്ഥാൻ വരുന്നത്. പാകിസ്ഥാന്റെ ഒരു 40% ഭൂപ്രദേശം, അതായത് ഏറ്റവും വലിയൊരു മേഖലയാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അവരുടെ അതിർത്തി പങ്കിടുന്നതാകട്ടെ അഫ്ഗാനിസ്ഥാനുണ്ട്, മറുഭാഗത്ത് ഇറാനുണ്ട്. നല്ല 2 രാജ്യങ്ങളാണ്. ശരിക്കും ബലൂചിസ്ഥാൻ എങ്ങനെ കരുത്താർജിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പല പോരാട്ടങ്ങളിലൂടെ 2000-ന് ഇപ്പുറമാണ് BLA എന്ന് പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി രൂപപ്പെട്ടത്. പക്ഷേ 2020-ന് ശേഷമാണ് അവർ കരുത്താർജിക്കുന്നത്. പല ആക്രമണങ്ങളിലൂടെയും പല സ്ഫോടനങ്ങളിലൂടെയും ഒക്കെ. അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കൻ സൈന്യം പോയി അവിടുത്തെ ഭരണം താലിബാൻ പിടിച്ചെടുത്തപ്പോൾ അവർക്കും ഒരാഗ്രഹം തോന്നി, താലിബാന് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കും കഴിയത്തില്ല. ഈ ഒരു ചിന്തയിൽ നിന്നുണ്ടായ കനത്ത പുരോഗമനപരമായ പോരാട്ടങ്ങളാണ്. തീവ്രവാദ സംഘമാണ്, എന്നിരുന്നാൽ പോലും അവരുടെ ശ്രദ്ധ തങ്ങളുടെ മേഖല സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 75 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു എന്ന് പറയുന്നു. അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമുണ്ടായി. അതിൽ പാകിസ്ഥാൻ അന്ന് പല ഭൂപ്രദേശങ്ങളായിരുന്നു. നമ്മുടെ ഇവിടെ നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്ന പോലെ പല പ്രദേശങ്ങളായിരുന്നു. അതിലുണ്ടായിരുന്ന ഒരുവിധം പ്രദേശങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനുമായി ചേരാനുള്ള ഒരു സമ്മതം മൂളി. അപ്പോഴും വേറിട്ട് നിന്നത് ബലൂചിസ്ഥാനായിരുന്നു. ബലൂചിസ്ഥാന്റെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഒരു ഖാൻ, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഞാൻ ഓർക്കുന്നില്ല, എന്നിരുന്നാലും അദ്ദേഹം ശക്തമായി ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പ്രത്യേക ഒരു രാജ്യമായി മാറണമെന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു. അവരതിനു മുൻപ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് വലിയ അനുഭവം പുലർത്തിയവർ കൂടിയായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ഈ സ്വാതന്ത്ര്യത്തിൽ ഇങ്ങനെ ഒരു നീക്കം അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ജിന്ന അന്ന് ചെയ്ത ഒരു കൊടും ചതിയാണ് ഇന്ന് പാകിസ്ഥാനെയും അതുപോലെ ചൈനയും ഇങ്ങനെ ഒരു കെണിയിലേക്ക് കൊണ്ട് ചാടിച്ചിരിക്കുന്നത്. അന്ന് വെച്ചിരുന്ന പ്രധാനപ്പെട്ട ഡീൽ ഇങ്ങനെയായിരുന്നു. ബലൂചിസ്ഥാന് ആകെയുള്ളത് 3 പോംവഴിയാണ്. ഒന്നെന്ന് പറയുന്നത് ബലൂചിസ്ഥാനെ സ്വതന്ത്രമായി വിട്ടയക്കുക, ബലൂചിസ്ഥാനെ പാകിസ്ഥാനിലേക്ക് ലയിപ്പിക്കുക, അതല്ലെങ്കിൽ ബലൂചിസ്ഥാനെ എന്ത് ചെയ്യുക, ഇന്ത്യയോട് ചേർക്കുക. ഇങ്ങനെ ഒരു 3 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി നിൽക്കാമെന്നുള്ള തീരുമാനം കൈക്കൊണ്ടു. ശരി, പോകുന്നത് വരെ പോകട്ടെ എന്ന് കരുതി. 1948 മാർച്ചിൽ നടന്ന സംഭവമാണ്. അതിനുശേഷം കുറച്ചു കാലം മുന്നോട്ട് പോയി. കുറച്ചു കാലം പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കിംവദ വീണ്ടും പല പ്രശ്നങ്ങൾ ഉടലെടുത്തു. പല പ്രശ്നങ്ങളും മനഃപൂർവ്വമായി ഉണ്ടാക്കി സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് ധാതുക്കളുടെ ഒരു വലിയ കലവറയാണ്. സ്വർണ്ണമായിക്കോട്ടെ, സ്വർണ്ണഖനികളുണ്ട്, അതുപോലെ തന്നെ വജ്രം, എണ്ണ, വാതക സോഴ്സുകളും ഒക്കെ തന്നെ
ഭയങ്കരമായ കമനീയ ശേഖരമാണ് ബലൂചിസ്ഥാനിലുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അവർ പരമദരിദ്രരായി തന്നെയാണ് ഒരു വിഭാഗം കഴിഞ്ഞു പോകുന്നത്. അതിനുള്ള കാരണവും അവരെ അടിച്ചമർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു സൂചന തന്നെയാണ്. പക്ഷെ അന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കുറച്ചുകൂടി കരുത്താർജിക്കണമെന്നൊരു സാഹചര്യം വന്നു. അവരെ പാകിസ്ഥാനിലേക്ക് ലയിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അവർ ശക്തമായി തന്നെ അതിനെതിരെ പോരാടി. ആ സമയത്ത് ഒരു കിംവദന്തി പടർത്തി. ബലൂചിസ്ഥാൻ ഇന്ത്യയിലേക്ക് പോകണമെന്നാണ് ആഗ്രഹമെന്ന ഒരു വ്യാജ വാർത്ത അന്ന് പടർത്തിയിരുന്നു. അത് ഭയങ്കര ക്ഷീണമായി മാറി. മറ്റു നിർവാഹമില്ലാതെ പിന്നീട് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. എന്നിരുന്നാൽ പോലും അന്ന് മുതൽ ഇന്ന് വരെ ചെറുതും വലുതുമായ പല സംഭവങ്ങൾ നടന്നിരുന്നു. ഏറെ വർഷം കഴിഞ്ഞു 2000 ആയപ്പോഴാണ് BLAയുടെ ഒരു രൂപീകരണം ഉണ്ടാവുകയും പറയപ്പെടുന്ന ഒരു ആക്രമണം 1999 അന്ന് സംഭവിക്കുകയും തന്നെ ചെയ്തത്. അതിനുശേഷം ഇന്നോളം സംഭവിച്ചിരിക്കുന്ന നീക്കങ്ങളൊക്കെ തന്നെ ബലൂചിസ്ഥാന്റെ ലിബറേഷന് വേണ്ടി, വിമോചനത്തിന് വേണ്ടി തന്നെയാണ്. 1970 ബംഗ്ലാദേശിന്റെ ഒരു വിമോചനം ഉണ്ടായ സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട സാഹചര്യത്തിൽ ബലൂചിസ്ഥാനും ആഗ്രഹം ഉണ്ടായിരുന്നു തങ്ങൾക്കും വേർപെടണമെന്ന്. 30 വർഷക്കാലം നടത്തിയ ആക്രമണം, 30 വർഷക്കാലം നടത്തിയ സമരങ്ങൾ, 30 വർഷം നടത്തിയ തീവ്രവാദങ്ങൾ, ഇതൊക്കെ തന്നെയാണ് അവർക്ക് ഒരു വിമോചനത്തിന്റെ വഴിയായി അവർ നോക്കിക്കണ്ടത്. ശേഷം ഇപ്പോൾ 2025 അവർ അതിന്റെ പടിവാതിൽക്കലെത്തി നിൽക്കുന്നു എന്നുള്ള സൂചനയാണ് പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത്. മറുഭാഗത്ത് എടുത്തു പറയേണ്ട ഒരു വിഷയം CPEC, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. അതുപോലെ മറുഭാഗത്ത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഒക്കെ ഉണ്ട്. അപ്പോൾ CPEC തന്നെയാണ് ബലൂചിസ്ഥാന്റെ ഏറ്റവും വലിയ വെല്ലുവിളി, അല്ലെങ്കിൽ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ചൈന നടത്തുന്ന ഒരു നീക്കം. ഇതിനു മുൻപ് 2024 ഒക്ടോബറിൽ പാകിസ്ഥാനിൽ ഒരു ആക്രമണം ഉണ്ടായി. അതിൽ ഈ CPEC-യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എഞ്ചിനീയർമാർ, അവിടുത്തെ കൺസ്ട്രക്ഷൻ പണിക്കാർ, ഇങ്ങനെയുള്ള നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ചൈന അന്ന് ശക്തമായി തന്നെയാണ് പാകിസ്ഥാനെ താക്കീത് ചെയ്തത്. നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയില്ല എങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ അവിടെ സൈന്യത്തെ ഇറക്കി എന്ത് ചെയ്യും, ഇവരൊക്കെ തന്നെ നിലനിർത്തുന്നവരെ ഷീ ജിൻപിങ്ങിന് പറയേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷെ അങ്ങനെയൊന്നും നടക്കത്തില്ല. അതിനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവില്ല. കാര്യം അങ്ങനെ ഒരു അവസരം ചൈനയ്ക്ക് കൊടുത്താൽ പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം കാണില്ല. അതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ CPEC കടന്നു പോകുമ്പോൾ ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലെ ഗദ്വാർ തുറമുഖത്തിലേക്ക് വരുന്ന ഒരു ഇടനാഴിയാണ്. ഗദ്വാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ഇപ്പോൾ ചൈനയ്ക്കാണ്. ആദ്യം സിംഗപ്പൂരിലെ ഒരു കമ്പനിയുമായിട്ടായിരുന്നു. പക്ഷേ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനുശേഷം അവർ പിണങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചൈന അത് ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു. ഇപ്പൊ ചൈന തന്നെയാണ് അവിടെ തുറമുഖം നടത്തുന്നത്. കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചുകൊണ്ട് അവിടെ ഒരു വിമാനത്താവളം പണിഞ്ഞു. ഇതൊക്കെ തന്നെ ചെയ്തത് അവിടുത്തെ തന്ത്രപ്രധാനമായ നാവിക കേന്ദ്രം ചൈനയ്ക്ക് സ്വന്തമാക്കാമെന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ്. ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ തുടക്കത്തിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി തന്നെയായിരുന്നു ചൈന അത് വിഭാവനം ചെയ്തത്. ഏകദേശം 64ഓളം രാജ്യങ്ങൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുമായിരുന്നു. യുറേഷ്യൻ ട്രേഡ് റൂട്ടാണ്, അതായത് ചൈനയുടെ ഭാഷയെ പറഞ്ഞാൽ പുതിയ സിൽക്ക് റൂട്ട്. അപ്പോ അന്ന് അങ്ങനെ ഒരു നീക്കം നടത്തിയപ്പോൾ 2013 അതിന്റെ ഒരു പ്രപ്പോസൽ മുമ്പോട്ട് വെച്ചത്. ശേഷം 2014 മറ്റോ ആണ് CPEC തുടങ്ങിയിരിക്കുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. അതായത് പാക്-അധീന കശ്മീരിലടക്കം കടന്നു പോകുന്ന റൂട്ടിന് ചൈന അംഗീകരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒരിക്കലും ഇന്ത്യക്ക് അത് കണ്ടുവയ്ക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. ഇങ്ങനെയുള്ള വിഷയത്തിൽ ഇന്ത്യ എതിർക്കുന്ന സാഹചര്യത്തിൽ ബലൂചിസ്ഥാനും എതിർപ്പ് വരുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ മേഖലയിലൂടെ കടന്നു പോകുന്ന, ഇവരുടെ അധീനതയിൽ വരുന്ന ഗദ്വാർ തുറമുഖത്തിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതിലൊന്നും തന്നെ ബലൂചിസ്ഥാനിലെ ബലൂജികളെ ഒന്നും തന്നെ അംഗീകരിക്കുന്നില്ല അവർ. പാകിസ്ഥാൻ തന്നെ ബലൂജികളെ അംഗീകരിക്കാൻ തയ്യാറല്ല. ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട ആളുകളെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അവിടുത്തെ ഒരു തുറമുഖം പണി നടക്കുമ്പോൾ അവിടുത്തെ പ്രദേശവാസികൾക്ക് തൊഴിൽ നൽകുന്നില്ല. അവർക്ക് അവിടത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല. അവിടെ മൊത്തം ചൈനീസ് പണിക്കാർ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഇനി ഈ ഒരു റൂട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ചൈന തങ്ങളെ കീഴ്പ്പെടുത്താനുള്ള ഒരു വലിയ സാഹചര്യം ഉണ്ടാകും. തങ്ങൾ ഇത്രയും വർഷം 70-80 വർഷക്കാലത്തോളം 70-75 വർഷക്കാലം നടത്തിവരുന്ന സമരം അത് വെറുതെ ആയി പോകുമെന്ന ഭീതി ബലൂചിസ്ഥാനുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പൂർണ്ണമായ ഒരു 2027 ആകുമ്പോൾ $1 ട്രില്യൺ ഈ CPEC-ക്ക് വേണ്ടിയിട്ട് ചൈന ചെലവഴിച്ച് കഴിയാൻ പോകുന്നത്. 27 എന്ന് പറയുന്നത് ബലൂചിസ്ഥാനെ സംബന്ധിച്ച് ഒരു ഡെഡ് എൻഡ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് അവർക്ക് വലിയ കാര്യമായ ഒരു പുരോഗതി നേടാൻ കഴിയില്ല എന്ന് അവരാണ് വിശ്വസിക്കുന്നത്. അതിനു മുൻപ് വലിയൊരു നീക്കം ഉണ്ടാകണം, ഒരു വിമോചനം ഉണ്ടാകണം, ഒരു സ്വതന്ത്ര രാജ്യമായി അവരെ പ്രഖ്യാപിക്കണം. ഇതൊക്കെ തന്നെയാണ് അവരുടെ ആവശ്യം. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു 33ഓളം ടെററിസ്റ്റുകളെ കൊലപ്പെടുത്തിയെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അതുപോലെ തന്നെ 25ഓളം 21 പാസഞ്ചേഴ്സും അതുപോലെ 4 പാരാമിലിറ്ററി ഉദ്യോഗസ്ഥരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും ഹൈജാക്ക് ചെയ്ത്
വിലപേശി അവരുടെ ബലൂജി രാഷ്ട്രീയ നേതാക്കളെ പുറത്തുവിടണം, അനധികൃതമായി പിടിച്ചു വച്ചേക്കുന്നവരെ പുറത്തുവിടണം, ഇതൊക്കെ തന്നെയാണ് ആവശ്യം ഉന്നയിച്ചത്. ശരിക്കും ബലൂചിസ്ഥാന്റെ ഉദ്ദേശം ഇതായിരുന്നില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പാകിസ്ഥാന്റെ സമയം അടുത്തു എന്നുള്ളൊരു താക്കീത് കൊടുക്കുക. സാമ്പത്തിക പ്രതിസന്ധി, സൈനിക പ്രതിസന്ധി, ഇതൊക്കെ ആയി മുന്നോട്ട് പോകുന്ന പാകിസ്ഥാന് പിടിച്ചിരിക്കാൻ നിവൃത്തിയില്ല. IMF-ന്റെ പടിവാതിൽക്ക് പോയി തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് നീങ്ങാൻ ഒരു നിവൃത്തിയില്ലാതിരിക്കുകയാണ്. കോടാനുകോടിയുടെ, അതായത് 590 കോടി ടൺ ധാതു സമ്പത്താണ് ബലൂചിസ്ഥാനുള്ളത്. അത് കൃത്യമായി വിനിയോഗിക്കാൻ അവരെ സമ്മതിക്കുന്നില്ല, പാകിസ്ഥാൻ എടുക്കാനും സാധിക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇതിനെ മറികടക്കാനായിട്ട് അവർക്ക് മറ്റൊരു നീക്കവുമില്ല, മറ്റൊരു മാർഗവുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പിടലപ്പിണക്കങ്ങളും രാഷ്ട്രത്തിന് പുറത്ത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നെങ്കിലും ഇപ്പോഴും ഇന്ത്യയിൽ നുഴഞ്ഞുകയറാനുള്ള ശ്രമങ്ങൾ പല രീതിയിലും നടത്തുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെ ആഭ്യന്തരമന്ത്രിയുടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചപ്പോൾ അതിൽ അതിർത്തിയിലുള്ള നുഴഞ്ഞുകയറ്റ ഭീഷണി 80% കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക്. അപ്പൊ 80% കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അവർക്ക് മറ്റ് തീവ്രവാദികളുടെ കയ്യിൽ കിട്ടുന്ന ഫണ്ട് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോ അതുകൂടാതെ ഈ തെഹ്രീക്ക് താലിബാന്റെ ഭീഷണി, പാകിസ്ഥാൻ അകത്ത് തന്നെ ഉണ്ടാകുന്ന ഭീഷണി, പല ചെറുതും വലുതുമായിട്ടുള്ള തീവ്രവാദ സംഘടനകൾ, ഈ പറയുന്ന BLA-യുടെ ആക്രമണം, ഇതൊന്നും തന്നെ പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ചൈനയുടെ ഭയങ്കരമായ സമ്മർദ്ദമാണ് ഉണ്ടാകുന്നത്. ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച സംഭവിക്കുന്നു. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം പണി നിർത്തിവെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പറയുന്ന കെറ്റയിൽ നിന്നും പെഷവാറിലേക്ക് പോകുന്ന ട്രെയിൻ, ഇതിന് സമാന്തരമായി തന്നെയാണ് ഈ ട്രെയിനിനുള്ളിൽ ചൈനീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചൈനീസ് തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആർമി ഒഫീഷ്യൽസ് ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ CPC-യായി ബന്ധപ്പെട്ട പല ഉദ്യോഗസ്ഥരും ഇതിനകത്ത് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അവരെ ഒന്നും വകവരുത്തുക എന്നതല്ല ലക്ഷ്യം, അവരെയൊക്കെ ഒന്ന് ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമതായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൈനയ്ക്ക് ഒരു താക്കീത് കൊടുക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ കയറി അധികം കളിക്കണ്ട, കളിച്ചു കഴിഞ്ഞാൽ ജീവൻ പോവും, എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ഈ കയറിയ ട്രെയിനിനകത്ത് തന്നെ ബോംബ് ധരിച്ചുകൊണ്ട് ചാവേറുകളായിട്ട് നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ഈ ചാവേറുകളുടെ സൂചന ഈ വർഷം ആദ്യം തന്നെ ബലൂചിസ്ഥാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, BLA കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം തുടക്കത്തിൽ ജനുവരി മാസത്തിൽ ഒരു വനിതാ BLA പ്രവർത്തക ചാവേർ ബോംബ് പോയി പൊട്ടിത്തെറിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഒരാളായതുകൊണ്ട് വലുതായിട്ട് വിചാരിച്ചിരുന്നില്ല, പക്ഷെ അതും ഒരു സൂചനയായിരുന്നു. ഘട്ടം ഘട്ടമായി കൊടുക്കുന്ന സൂചനയാണ്. ആദ്യം ഈ CPC-യുമായി ബന്ധപ്പെട്ട പൈപ്പ് ലൈനുകളെ അട്ടിമറിക്കുക, 1-2 സൈനികരെ വെടിവെച്ച് കൊല്ലുക, ചെറിയ തോതിൽ ആക്രമണം ഉണ്ടാകുക, പ്രദേശവാസികളെ ആക്രമിക്കുക. ഈ കൊറ്റയിൽ തന്നെ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം പള്ളിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്, ചാവേർ സ്ഫോടനം നടത്തിയിട്ടുണ്ട്. ചാവേർ സ്ഫോടനമാണ് മെയിൻ ഐറ്റം അവരുടെ. അപ്പോ തങ്ങൾക്കൊരു രാജ്യം ഉണ്ടാക്കിയെടുക്കാൻ, തങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി സ്വയം മരിക്കാൻ പോലും തയ്യാറായിട്ടുള്ള ഒരു പോരാളികളെയാണ് BLA രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ നടന്നിരിക്കുന്ന ഈ ഒരു BLA-യുടെ മജീദ് ബ്രിഗേഡിന്റെ ആക്രമണത്തിൽ അവരുടെ ലക്ഷ്യം എത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പങ്കെടുക്കുന്ന എല്ലാവരും കൊല്ലപ്പെട്ടോട്ടെ, കുഴപ്പമില്ല, അവരത് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവര് വിജയിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന് പേരിന് വേണ്ടി പറയാം, തങ്ങൾ 33 വരെ കൊന്നു എന്നല്ല, ചാവാനായി തയ്യാറായി വന്നവരാണ്. പക്ഷേ പാകിസ്ഥാൻ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു ട്രാക്ക് ബോംബ് വെച്ച് തകർത്ത് ഏറ്റവും തന്ത്രപ്രധാനമെന്നും ചൈന എപ്പോഴും സെക്യൂരിറ്റി കൂടുതലായി നൽകണമെന്നും പറയുന്ന ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ BLA തയ്യാറാവുകയും അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തു. ഒരിക്കലും അതിനെ വർണ്ണിക്കുകയല്ല, എന്നിരുന്നാൽ പോലും അവരുടെ ഈ സമരം, നമുക്ക് ഉദാഹരണങ്ങളായി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ കാര്യം പറഞ്ഞു. അഫ്ഗാനിസ്ഥാന്റെ കാര്യം പറഞ്ഞപ്പോൾ ബലൂചിസ്ഥാൻ അഭികരിക്കുന്ന മറ്റൊരു വിഷയമുണ്ട്. ബലൂചിസ്ഥാനിലേക്ക് പഷ്തൂൺ അഭയാർത്ഥികൾ ഒരുപാട് പേര് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആക്രമണം നടന്ന സമയത്ത് പലായനം സംഭവിച്ചു. അപ്പൊ അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്ത ബലൂചിസ്ഥാൻ അതിർത്തി മേഖലകളിൽ ബലൂജികളുടെ എണ്ണം ക്രമാതീതമായി കുറയുകയാണ്. അവർക്കൊരു പ്രാദേശിക വികാരമുണ്ട് ബലൂജികൾ എന്ന് പറയും. ബലൂജി എന്ന് പറയുമ്പോൾ ഇറാനിയൻ വംശജരാണ്. അവർ സംസാരിക്കുന്നത് ഇറാനിയൻ ഭാഷകളും അറേബ്യൻ പേർഷ്യൻ ഭാഷകളും ഒക്കെ തന്നെ, ഉറുദു, ഇതൊക്കെ തന്നെ സംസാരിക്കും. പക്ഷെ അവർക്ക് പ്രാദേശികമായ ഒരു വികാരമുണ്ട് ബലൂജികൾ എന്ന് പറഞ്ഞിട്ടുള്ള. ഈ വികാരത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം, അഭയാർത്ഥികൾ വരുമ്പോൾ അവരെ തല്ലിക്കൊല്ലാനോ അവരെ പടിയടച്ചു കൊണ്ടുവയ്ക്കാനോ ഒന്നും തന്നെ അവർക്ക് സാധിക്കുന്നില്ല. അവർ അഭയം കൊടുക്കുകയാണ്, സഹോദരങ്ങളെ പോലെ കാണുകയാണ്. അപ്പോൾ അവരുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പോരാട്ടത്തിന്, പഷ്തൂണുകൾക്ക് ഇങ്ങനെ ഒരു പോരാട്ടം ചെറുത്തുവെപ്പ് നടക്കേണ്ട ആവശ്യമില്ല. അവർ അവരുടെ രാജ്യത്തുണ്ടായ പ്രശ്നത്തിൽ ഭയന്ന് ജീവൻ നഷ്ടപ്പെടുമെന്ന് പേടിച്ച് കുടുംബവും കുട്ടികളുമായിട്ട് നാടുവിട്ടു വന്നവരാണ്. അപ്പോൾ അവരുടെ ഈ പോരാട്ടത്തിന് ഭംഗമേക്കുവോ എന്നൊരു ഭയം ഈ അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഏറ്റെടുത്തതിന് പിന്നാലെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. മറുഭാഗത്ത് പറയുകയാണെങ്കിൽ ഇവർ പ്രധാനമായും സുന്നി മുസ്ലിംസ് ആണ്. ഇറാനെ സംബന്ധിച്ച് ഇറാന് നേരിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കാര്യം പാകിസ്ഥാൻ പൊതുവിൽ ഒരു ഷിയ
ഭൂരിപക്ഷമാണ് ഉള്ളത്, സുന്നി ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കയറി ഒരു നീക്കത്തിലേക്ക് നടക്കാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറാൻ എങ്ങും കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇറാന്റെ പ്രോക്സി സംഘടനയൊക്കെ തന്നെ ഇസ്രയേൽ നാമാവശേഷമാക്കിയ സാഹചര്യത്തിൽ ഇനി മറ്റൊരു രാജ്യത്ത് കയറി മറ്റൊരു രാജ്യത്തുകൂടെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തി അവരെ രക്ഷപ്പെടുത്തിയിട്ടോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടോ ഒന്നും ഇറാന് പിടിച്ചിരിക്കാൻ കഴിയില്ല. ഇത് പറഞ്ഞതുപോലെ തന്നെ തൊട്ടടുത്ത് ഈ ഇസ്രയേൽ ആക്രമണം നടന്ന സാഹചര്യത്തിൽ തന്നെയായിരുന്നു, വെടിനിർത്തലിനിടയിലായിരുന്നു സിറിയയിൽ HTS അധികാരം പിടിച്ചെടുത്തത്. ഇതൊക്കെ തന്നെ ഇവരുടെ മുന്നിലുള്ള ഉദാഹരണങ്ങളും പ്രചോദനവുമാണ്. ഇതിൽ നിന്നൊക്കെ തന്നെ ഊർജ്ജം ഉൾക്കൊണ്ട് തങ്ങൾക്കും ഇത് സാധിക്കുമെന്നുള്ള ഒരു പോരാട്ട വീര്യത്തിലേക്കാണ് ഇപ്പോൾ BLAയും കടന്നിരിക്കുന്നത്. ഉറപ്പായും പറയുകയാണ്, വരും ഭാവിയിൽ പാകിസ്ഥാന്റെ അവസ്ഥ ഇങ്ങനെ തന്നെ തുടർന്ന് പോയാൽ പാകിസ്ഥാൻ രണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിഭജിക്കേണ്ടി വരും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകേണ്ടി വരും. ജിന്ന അന്ന് ചെയ്ത ചതി ഇന്ന് പാകിസ്ഥാൻ ആലോചിച്ച് കരയുകയാണ്. ഒരുപക്ഷെ അന്ന് പാകിസ്ഥാൻ എന്നൊരു രാജ്യം പോലും വേണ്ടായിരുന്നു, ഇതൊക്കെ തന്നെ ഇന്ത്യ നോക്കിക്കോളും എന്നുള്ളൊരു ചിന്ത പോലും ഇന്ന് പാകിസ്ഥാനികളുടെ മനസ്സിലുണ്ടായാൽ തെറ്റു പറയാൻ സാധിക്കില്ല. കാര്യം ഇപ്പോ നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പോ എന്തിനേറെ പറയുന്നു, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് സഹായം നൽകുന്നത് ഇന്ത്യയാണെന്ന ഒരു ആക്ഷേപം ഉയർന്നു കേൾക്കുന്നുണ്ട്. ശരിയല്ലേ? അങ്ങനെ ഒരു ആക്ഷേപം പോലും പാകിസ്ഥാൻ ഉന്നയിക്കുന്നത്, പാകിസ്ഥാൻ എപ്പോഴും UN-ലടക്കം പോയിട്ട് ഇന്ത്യയെ പഴിക്കുന്ന പല കാര്യങ്ങളും കാരണങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള തക്ക മറുപടി അപ്പോഴപ്പോഴും തന്നെ ഇന്ത്യ കൊടുക്കുന്നുണ്ട്. സമാനമായി ഈ ഒരു വിഷയത്തിൽ അവർക്ക് മറ്റു മാർഗമില്ല. തങ്ങളുടെ സൈന്യം വളരെ വീക്കാണെന്നും പ്രതിരോധം ഒട്ടും തന്നെ കാര്യക്ഷമമല്ലെന്നും ഈ പറയുന്ന പോലെ ആർക്കും കയറി ഏത് സമയത്തും ആക്രമണം നടത്താമെന്നും അവിടുത്തെ പൗരന്മാർ സുരക്ഷിതരല്ലെന്നും തുറന്ന് സമ്മതിക്കാൻ മടിയാണ്. അതൊരു രാജ്യവും തയ്യാറാവത്തില്ല. എന്നാൽ അത് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് പകരം മറ്റു രാജ്യത്തിന്റെ പേരിൽ അതിനൊരു പഴി കെട്ടിവെക്കുകയാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുകയല്ല ആര്, ബലൂചിസ്ഥാൻ. പാകിസ്ഥാൻ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. അവരുടെ അതിർത്തി അഫ്ഗാനും ഇറാനുമാണ്. പക്ഷെ ഇതിലൊന്നും അഫ്ഗാനെയും ഇറാനെയും അവർ തെറ്റു പറയുന്നില്ല. ഒരുപക്ഷെ അഫ്ഗാനിൽ നിന്നും താലിബാന്റെ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന മറ്റേതെങ്കിലും വിമത സംഘത്തിന്റെ സഹായം BLAക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതിലും സംശയമുണ്ട്. കാരണം അവർക്ക് ഇപ്പോ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദരിദ്ര മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയ്ക്ക് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ കിട്ടുന്നു, ആധുനിക തോക്കുകൾ കിട്ടുന്നു, ഹൈജാക്ക് ചെയ്യാനുള്ള പ്ലാൻ കിട്ടുന്നു, മാസ്റ്റർ മൈൻഡ് പ്ലാനുകൾ കിട്ടുന്നു. ഇതിലൊക്കെ തന്നെ ചില സംശയങ്ങളുണ്ട്. ആരോ ഇവരെ സഹായിക്കുന്നുണ്ട്, അത് ശരിയാണ്. അതാര് എന്നുള്ളത് കണ്ടെത്താനോ അല്ലെങ്കിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ അറിയാമായിരിക്കും, അറിയില്ല എന്ന് നാട്യം കാണിക്കുകയാണ്, പ്രകടിപ്പിക്കുകയാണ്.